കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? മമ്മി ഷിബി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പത്തിരിയാണ്. എങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ വേഗം നമുക്ക് വീഡിയോ കാണാം. പൊരിച്ച പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ്. നമ്മൾ പൊടി വാട്ടി കുഴച്ചിട്ടുണ്ടാക്കും. ഇത് വാട്ടി കുഴക്കൊന്നും വേണ്ട, പുട്ടുപൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഗ്ലാസ് അളവിലാട്ടോ പൊടി എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷയിലേക്ക് നല്ല തിളച്ച വെള്ളല്ലേ, അത് ആ പുട്ടുപൊടി എടുത്ത അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വെള്ളമൊക്കെ ഈ പൊട്ടുപൊടിന്റെ എല്ലാ വശത്താവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കാം. അപ്പൊ പൊടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. ഇതൊരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. പുട്ടുപൊടി ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരവി എടുക്കണം. തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളി ചേർത്ത് കൊടുക്ക. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്ക. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മാത്രം മതി, നന്നായിട്ട് അരിഞ്ഞു പോണ്ട. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. പുട്ടുപൊടി എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ 2-3 സ്പൂണ് പിന്നെ ഒരു തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ മിക്സും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. പുട്ടുപൊടി നമ്മൾ നന്നായിട്ട് കുഴച്ച് 2 ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള ബോളുകൾ തന്നെ ആക്കി എടുത്തിട്ടുള്ളത്. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് ഓരോ ബോൾ എടുത്തിട്ട് പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. കുറച്ച് കട്ടിയോട് കൂടിയിട്ട് വേണ്ട നമ്മളൊന്ന് അമർത്താൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. നമുക്കൊരു ഇതുപോലുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോ ഓരോന്നാണ് മുറിച്ചെടുക്കുന്നത്. കുറച്ച് വലിപ്പത്തിൽ പറ്റി നമുക്ക് 2-3 ഒരുമിച്ച് മുറിച്ചെടുക്കാം. ഇതുപോലെ ഒരു അത്യാവശ്യം കട്ടിയിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ മുറിച്ചെടുക്കാം. എല്ലാം നമ്മൾ ഇതേപോലെ റൗണ്ട് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചു പോരാം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് പൊരിച്ചു കോരി എടുക്കണം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇതിന്റെ ഒരു അടിവശം കുറച്ചായി വരും. അപ്പൊ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇട്ട പാടിനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കരുത്, അപ്പൊ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും.
ഈ ഒരു കളറാകുമ്പോ നമ്മള് കോരി എടുക്കണം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയി കിട്ടും. നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് വേണ്ടിട്ട് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് പൊരിച്ചെടുക്കരുത്. അപ്പൊ പെട്ടെന്ന് തന്നെ പൊട്ടി പൊടിഞ്ഞു പോകും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊരിച്ചു കോരി എടുക്കാം. പൊരിച്ച പത്തിരി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി പൊടി വാട്ടി കുഴച്ചൊന്നും കഷ്ടപ്പെടണ്ട. നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പൊരിച്ച പത്തിരി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പുട്ടുപൊടി മാത്രം മതിട്ടോ നമുക്ക് ഇതുപോലുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ രാത്രി 8:30 വരുന്നതാണ്. എല്ലാവരും 8:30 വീഡിയോ ഇടുമ്പോൾ കാണാൻ മറക്കരുത്. അപ്പൊ നാളെ കാണാം.